ആൺകുട്ടികളെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നല്ല രീതിയിൽ ഇതേപോലെ തിക്കായിട്ട് ഇങ്ങനെ ബിയേഡ് വളരാത്തതും അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു മീശയുടെ താഴ്വശം ഉണ്ടല്ലോ ഇതിങ്ങനെ കൂട്ടിമുട്ടാത്തത് ഈ ജോയിന്റ് തമ്മിൽ മുട്ടാത്തത് ഒരു വലിയ പ്രശ്നമായിട്ട് ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ചേട്ടാ ഇതെങ്ങനെ താടി ഇങ്ങനെ ആയിന്ന്, ഈ മീശ എങ്ങനെ ഇങ്ങനെ കൂട്ടിമുട്ടുന്നതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം യൂസ് ചെയ്താല് കുറച്ചൊക്കെ വ്യത്യാസം വരാൻ സാധ്യത. ഞാൻ ഒന്ന് രണ്ട് പേർക്ക് ഇത് പറഞ്ഞു കൊടുത്തു, അവർക്ക് യൂസ് ചെയ്തിട്ട് ചെറിയ മാറ്റം വരുന്നുണ്ട് ചേട്ടാ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചാൽ പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാം, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. എല്ലാവർക്കും ഇത് വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓൾറെഡി ഈ താടി ഓട്ടോമാറ്റിക്കലി ഉണ്ട് കേട്ടോ. പിന്നെ ചില സമയത്ത് ഇതിന് കുറച്ച് കട്ടി കൂട്ടണം എന്നൊക്കെ വെക്കുന്ന സമയത്ത് മീശ കുറച്ച് പിരിച്ച് വെക്കാൻ വേണ്ടിയൊക്കെ വെക്കുമ്പോൾ ആ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂളാണിത്. ഈ ഒരു സംഭവം നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ട കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കയ്യിലേക്ക് ഒഴിക്കുക. ഇതിനകത്തോട്ട് കുറച്ച് കാസ്ട്രോളൂടെ മിക്സ് ചെയ്തിട്ട് താടിയിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ കുറെ ദിവസം ഒരു മാസമൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വ്യത്യാസം കാണാൻ പറ്റും. പിന്നെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം താടി ഉള്ളവർക്ക് കുറച്ച് താടി നീട്ടി വളർത്തണം, അല്ലെങ്കിൽ മീശയുടെ സൈഡൊക്കെ തുമ്പ് കുറച്ച് നല്ല രീതിയിൽ നീട്ടി വളർത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഓയിലിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരുന്നതായിരിക്കും. ഞാൻ അങ്ങനെ പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിലൊന്നും നിങ്ങൾക്ക് വളരുന്നില്ല എന്നുണ്ടെങ്കിൽ ദാണ്ട ഈ ഒരു സംഭവം അസ്ത്രയുടെ ഈ ഒരു ഗ്രോത്ത് ഓയിൽ ഞാൻ ചില സമയത്ത് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 2 വർഷം മുമ്പാട്ടോ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവം യൂസ് ചെയ്താൽ ഇത് അസ്ത്രയുടെ ബിയേഡ് ഗ്രോത്ത് ഓയില. ഈ സംഭവം യൂസ് ചെയ്താൽ അത്യാവശ്യമൊക്കെ താടി വളരും. നമുക്ക് താടിയൊക്കെ നീട്ടി വളർത്തണം തോന്നുന്ന സമയത്ത് ആ ഒരു ടൈമിൽ ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ താടി നീണ്ട് വളരുന്നതായിട്ട് നമുക്ക് ഫീൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. താടി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ കൂടി ചെയ്തോ, ചിലപ്പോൾ ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ തീർച്ചയായിട്ടും പറയുക.